കേരളത്തിന് അർഹമായ സാമ്പത്തിക സൗകര്യങ്ങൾ അനുവദിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഫെഡറലിസത്തിന് വിരുദ്ധവും തികഞ്ഞ നിയമവിരുദ്ധവുമായ നടപടികളാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചു. BJP നയിക്കുന്ന NDA സംഘത്തിന് കേരള ജനതയുടെ മനസ്സിൽ വേരോടാൻ ആവാത്തതിന്റെ മനസ്താപമാണ് കേരളത്തിനെ സാമ്പത്തികമായി ഞെരിക്കുവാനുള്ള ശ്രമത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അരൂർ മണ്ഡലത്തിലെ പാണാവള്ളി അരയങ്കാവ് ക്ഷേത്ര മൈതാനിയിൽ സജ്ജീകരിച്ച നവകേരള സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. നൂറുകണക്കിന് ആളുകൾ അവരെല്ലാം ഈ പരിപാടിയെ നെഞ്ചേറ്റി ഇതിനെ അധ്വാനമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കിയാൽ ആയിരങ്ങൾ അവിടെ നിന്ന് എത്തുന്നതുവരെ ഈ പരിപാടി അധ്വാനം ചെയ്യാറില്ല. അതിനറിയിച്ചില്ല. അപ്പോൾ ഒരാൾ ബസ്സിൻ്റെ മുന്നിലേക്ക് കുറച്ചുകൂടി നീങ്ങി ബസ്സിൻ്റെ മുന്നിലേക്ക് വരുന്നത് ഞാൻ അറിയില്ല. നമ്മളൊരു വാർത്ത ഓടിക്കൊണ്ടിരിക്കുന്നു. അത് വിഷയമല്ല. അപ്പോൾ ആൽപ്പാക്കാർ ചുമ്മാ പരിശീലിച്ചിട്ടുണ്ട്. ഒരു നല്ല സത്യവരന്മാരിലോ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തിരിയോ നോക്കി കാണുന്നുണ്ട്. അയാളെ തിരിച്ച് പോലീസുകാരെല്ലാം മാറ്റി പറഞ്ഞു. അതൊന്നും ഇതിനിടയ്ക്ക് കാണുകയാണ്. ഒരാൾ മാത്രമാണ്. അപ്പോൾ അതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ജനങ്ങൾ നൂറുകണക്കിനാണ് അവർ തിരിച്ചുപിടിക്കുന്നത്. അതിനിടയ്ക്കാണ് ഒരു യുദ്ധം നിന്ന് എന്നെ ഈ കൊല്ലം ഒപ്പിക്കുന്നത്. വൈക്കത്ത് നടന്ന നവകേരള സദസ്സിന് ശേഷം ഒറ്റപ്പിണ്ട ജങ്കാർ വഴിയാണ് മുഖ്യമന്ത്രിയും സംഘവും സഞ്ചരിച്ച ബസ് അരയങ്കാവ് മൈതാനിയിൽ എത്തിച്ചേർന്നത്. 2 മണിക്കൂറോളം വൈകിയാണ് പരിപാടി തുടങ്ങാൻ കഴിഞ്ഞത്. വഴിയോരത്ത് മാക്കേ കവലയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഗംഗാശങ്കർ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ഒറ്റയ്ക്കുള്ള കരിങ്കൊടി പ്രതിഷേധവും ശ്രദ്ധേയമായി. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കനത്ത ജനാവലി അരൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിന് സാക്ഷിയായി. അരൂർ MLA ദലിമ ജോജോ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിൽ, J. ചിഞ്ചുറാണി, VN വാസവൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ശിവകുമാർ എന്നിവർ സംസാരിച്ചു. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, അരൂർ.